ഓൻ പലതും പറയും, അടുത്ത മാസം കൊടുക്കുക, ഇപ്പം ഞാൻ പറയാം. എന്നിട്ട് അവൻ എന്നോടൊരു ഡയലോഗ്, നീ ആ റൂമേ ഷിഫ്റ്റ് ചെയ്തോ, ഞാൻ സംസാരിച്ചോളാം, അവനാണ് എടുത്തെന്ന് എനിക്ക്. ഞാൻ പറഞ്ഞു തരാനുള്ളത് തന്നിട്ട് നീ ഇറങ്ങും അവിടെ നിന്ന്, ഞാൻ ആ റൂം ഷിഫ്റ്റ് ചെയ്യണോ വേണ്ടോ ഞാൻ തീരുമാനിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് കട്ടായിപ്പോയി. മാന്യമായിട്ടുള്ള ഒരുത്തനാണെങ്കിൽ ഫോൺ സംസാരിച്ച് കട്ടാകുമ്പോൾ ഇടയിൽ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കണം ഇല്ലേ? ഞാൻ എൻ്റെ കുടുംബം അവനുണ്ടായിട്ട് നമ്മൾ കുടുംബം നോക്കുന്നുണ്ട് രാജേഷേ, നമ്മൾ കുടുംബം നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനെ ടെൻഷൻ കയറി കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമറെ മസാജ് എടുക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ ചത്തൊടങ്ങിയിരിക്കും. ഞാനിപ്പോൾ എന്തെങ്കിലും വർക്ക് എടുക്കാൻ നിന്നാൽ, ഇല്ലെങ്കിൽ എന്നെ ഒരാൾ സംസാരിക്കാൻ നിന്നാൽ അവർ കയറി ചൂടാവും. ലൈവിൽ വന്നിട്ട് വേറെ ഐഡിയ വെച്ചിട്ട് വന്നിട്ട് ഓനെ മെൻഷൻ ചെയ്ത് ചൂടാവും. എന്തിന് ചൂടാവുന്ന? ഒരു ചിലവും തരാൻ പറ്റാത്തവൻ, റൂം റെൻ്റ് കളയാൻ പറ്റാത്തവൻ, എൻ്റേതായ ബാഹികമായ കാര്യങ്ങൾ നോക്കി നടത്താൻ കഴിയാത്തവൻ എന്നോടൊരാളെ ഇഷ്ടമാണെന്ന് വന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഒരു നേരത്തെ ചായ കുടിക്കാൻ വന്ന് പുറത്ത് വിളിക്കുമ്പോൾ ഇവനെന്തിന് ചൂടാവുന്നേ? ഞാൻ കിടന്നു കൊടുന്നിട്ട് കാശുണ്ടാക്കിയിട്ട് വാടക കൊടുക്കുമ്പോൾ ആ വിഷമൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ എന്തിന് ഇവൻ കിടന്ന് ഇത്ര ചോട്ടുന്നു? അയ്യോ, അതെന്താണെന്നറിയോ കാര്യം? നമ്മളെ പോലത്തെ ഒരാൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓസിക്ക് കിടക്കാൻ പറ്റൂലല്ലോ, ഒത്തിരി ശരീരവും കിട്ടൂലല്ലോ. ഞാൻ കാര്യമൊന്നുമില്ല, പിന്നെ എന്ത് കാര്യം ഇരിക്കണം. ഞാൻ ഹൗസ് ഓണറത്തിന് ഞാൻ പറയും, എൻ്റെ കൂട്ടുകാരികളവിടെ വന്ന് കിടക്കുന്നുണ്ട്, ഈ മാസത്തെ റെൻറ്റ് ഞാൻ എന്ത് കാണിച്ചിട്ടായാലും ശരി, ഒരു ഫുൾ നൈറ്റ് എടുത്താലും കൂടി ഞാൻ ആ കാശ് കൊടുത്ത് തീർക്കും. അവരുടെ സാധനങ്ങളൊക്കെ ഞാൻ പുറത്ത് ചാടിപ്പിക്കും ഞാൻ. എന്നിട്ട് 2 പെണ്ണുങ്ങൾ അവിടെ ഇടും. ബെഡ് സ്പേസിന് ഞാൻ റെൻറ്റ് മേടിക്കും. എന്നിട്ട് റെൻറ്റ് അത് കൊടുത്തതിന് ശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനമാക്കും. മനസ്സിലായോ? ഞാൻ അങ്ങനെയൊന്നും ആ റൂം വിട്ടൊന്നും കൊടുക്കുന്നില്ല. അവനറിയാം, അവൻ്റെ സാധനങ്ങളൊക്കെ പുറത്തിറക്കിയിട്ട് ഞാൻ വാതിലടിച്ച് പൂട്ടും. ഞാൻ അവിടെ ഒരു പൂച്ചക്കുട്ടിയുള്ളതാണ് എൻ്റെ ജീവനായ. മനസ്സിലായോ? അവനിക്ക് എന്ത് നോക്കാൻ വേണ്ടി അയ്യോ, ഓനൊക്കെ പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പെണ്ണ് നരിക്കും, അവളെ വേശിയാക്കും അവൻ. ഒരു പണിയായി. അടുത്ത മാസം തൊട്ട് ഉണ്ടാക്കി 4000-3000 സാലറി ഉണ്ട്. എന്ത് 3000-4000 സാലറി ഉണ്ടിട്ട് എന്ത് കാര്യം? ഉളുപ്പില്ലാത്തവരൊക്കെ. ഞാൻ കരയൊന്നുമില്ല, എൻ്റെ പൊന്നിക്ക കരഞ്ഞ് എൻ്റെ തടങ്ങളൊക്കെ കുഴിഞ്ഞു പോയി, കിണർ പോലെ എൻ്റെ കണ്ണ്. മനസ്സിലായോ? എൻ്റെ വീട്ടിൻ്റെ ആവശ്യത്തിന് എൻ്റെ ഉമ്മക്ക് പാടില്ലാണ്ട് ഞാൻ കരയണേന് ഒരു അർത്ഥമുണ്ട്. ഇതേപോലത്തെ നായ്ക്കളെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്തിയിട്ട് നമ്മളെന്തിന് ഇവൻ്റെ കാര്യം ഓർത്ത് കരയണേ? സുഖം കിട്ടിയായിരുന്നല്ലോ ഞാനിപ്പോൾ മാറിയത്. നമ്മളെന്താ പൊട്ടിയണോ? പെണ്ണ് 1 തരം 2 തരം മനസ്സും സ്നേഹം കണ്ടിട്ട് നമ്മൾ വീയും. പിന്നെ നമ്മളെ മുതലാക്കണം. ഞാൻ ശരിക്കും ആണെന്താണെന്നും ആണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണെന്നറിയോ? ഈ സ്പാ ഫീൽഡിൽ ഇറങ്ങിയപ്പോഴാണ്. ഈ സ്പാ ഫീൽഡിലായപ്പോഴാണ് ആൺവർഗം പലതരം ആൺവർഗമുണ്ട്. ഇപ്പം ഞാൻ ഒരാളെ ചീത്ത പറഞ്ഞേ, അതെന്തിനാണ് ഞാൻ ചീത്ത പറഞ്ഞത്? ഓന് ഗെയിം വേണം, അതും സേഫ് ഇല്ലാത്ത വേണം. ഓൻ്റെ ഭാര്യനോട് എങ്ങനെയാണോ അതേപോലെ എന്നോട് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാശ് അത്യാവശ്യമാണ്. ഞാൻ ചെയ്യുന്ന ജോലി നെറുകെട്ട ജോലിയാണ്. പക്ഷെ അതിൻ്റെ മേലുള്ള നെറുകെട്ടയിനും രോഗം വരുത്തി വെക്കാനുള്ള ഒരു ഗെയിമിനും ഞാൻ തലവെച്ച് കൊടുക്കാറില്ല, വെക്കത്തുമില്ല. മനസ്സിലായോ? എനിക്ക് കാശ് അത്യാവശ്യമാണ്. നമുക്ക് ഞാൻ പറയല്ലേ, ഗതികെട്ട് മൂക്ക് വരെ മണ്ണി മുത്തിരിക്കുക. നമ്മൾ ഇതുവരെക്കും നമുക്ക് രോഗം വരുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരുത്തൻ കെട്ടിയോൾക്ക് കിടക്കണ പോലെ സേഫ് ഇല്ലാതെ മറ്റേ സാധനമൊന്നും ചെയ്യാതൊക്കെ ഇടാതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു. മേലാക്കെ എനിക്ക് മെസ്സേജ് ഇടരുത്. 2 കുട്ടികളുടെ DP ആണ് അവൻ ഇട്ടേക്കുന്നത്. ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടാണ് ഞാൻ നീ ചാറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ആക്കുന്നത്. ഈ മേലെ വോയിസ് ഇട്ടിരുത്, മെസ്സേജ് ഇട്ട് പോരുന്ന് പറയും. വേറെ വല്ല പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്ത് തന്നെ കാശിട്ടാണ്ടി. എനിക്ക് എൻ്റേതായ ഒരു ഇതുണ്ട്. എനിക്ക് പേടിയാണ്. ഒന്നാമത്തെ ഈ കാര്യം തന്നെ വലിയ പേടിയാണ്. വരുന്നവന്മാർ എവിടെയും കയറി ഇറങ്ങിയൊക്കെ വന്യെന്ന് ആർക്കും അറിയാം. അവന്മാർ പറയണ ഒരു സ്ഥിരം ഡയലോഗ് എന്നിട്ടോന്നറിയോ? ആമ്പിള്ളേർ നമ്മുടെ അടുത്ത് സമീപിക്കുന്നവർ പറയുന്നത്, നമ്മളെ ഇതേപോലെ ഇവിടെ പോയിട്ടില്ല, നമുക്ക് പേടിയാ, നിൻ്റെ അവിടെ സേഫാണോ, ലൈസൻസ് ഉള്ളതാണോ, നിനക്ക് വിസ ഉള്ളതാണോ? ചോദിക്കുന്നതോ സേഫ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമോന്ന്, കെട്ടിയോളോടത്ത് ചെയ്യണ പോലെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കയറ്റാൻ പറ്റുമോന്ന്. അപ്പം മനസ്സിലായി അവൻ എന്താ തരുമെന്ന്. മനസ്സിലായോ? ഓന് വിചാരിച്ച് എന്തെന്നാണ് കാശ് അങ്ങോട്ട് 10-200 കൊടുത്തു കഴിഞ്ഞാൽ 100-300 രൂപ തന്നു കഴിഞ്ഞാൽ അവന് സേഫ്റ്റി ഇല്ലാതെ ഉണ്ടാക്കി കൊടുക്കുമെന്നു.
നടക്കണ് എല്ലാം പറയണക്ക. കാരണം ഈ ലൈവൊക്കെ കാണുന്നുണ്ട് അവനൊക്കെ. ഈ പറഞ്ഞവനൊക്കെ ഈ ലൈവിൽ ഉണ്ട്. അങ്ങനെയെങ്കിലും ഇത്തിരി ഉളുപ്പ് വരട്ടെ. അങ്ങനെയെങ്കിലും എനിക്ക് മെസ്സേജ് എടുക്കാതിരിക്കട്ടെ. അങ്ങനെ നാണം വന്യ. മനസ്സിലായോ? ഓക്കെ, അത് പറയണം. എനിക്ക്